ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLFൻ്റെ അവസാനത്തെ ഡേയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് തന്നെ വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറുമ്പോൾ തന്നെ ഈ നല്ല കളർഫുള്ളായിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു റഷ് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട് പ്രോഗ്രാംസ് കാണാനായിട്ട്. ഓരോ സെക്ഷനായിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് എൻ്റർ ആയപ്പോൾ റെഡ് FM ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. റെഡ് FM എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയുമ്പോൾ അത് എത്ര ദൈർഘ്യം നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരുന്നു ആ ടാസ്ക്. പിന്നീട് പലരുടെയും കാരിക്കേച്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ കാരിക്കേച്ചേഴ്സൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അക്ഷരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും അങ്ങനെയുള്ള ഒരു നീണ്ട സെക്ഷനായിരുന്നു ഇത്. നമ്മുടെ പ്രോഗ്രാം 23rd മുതൽ സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ ഒട്ടനവധി പ്രമുഖരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് നടക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഈ KLF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള ഓതേഴ്സും ബുക്കർ പ്രൈസ്, നോബൽ പ്രൈസ് വിന്നേഴ്സൊക്കെ ഇതിന് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അടുത്തതായിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ബുക്സുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നീട് കണ്ടത് നമ്മുടെ ജഹനാര ഡ്രസ്സിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കളക്ഷൻസാണ്. അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് മെർച്ചൻ്റ് നേവി ക്ലബ്ബ്. അപ്പം അതിൽ ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും MTയുടെ സ്മരണാഞ്ജലിയുടെയും ഭാഗമായിട്ടുള്ളതായിരുന്നു ഈ പ്രദർശനം. അപ്പോൾ ഒട്ടനവധി വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. MTയുടെ പല കഥകളും അദ്ദേഹത്തിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്ര പ്രദർശനവും പല സ്റ്റാമ്പ് കളക്ഷൻസ് തുടങ്ങിയ ഒട്ടനവധി വിവരങ്ങൾ. ബീച്ചിൽ തന്നെ ചെറിയൊരു മാജിക് ഷോ, ഒരാളുടെ ചെറിയൊരു മാജിക് ഷോ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ബീച്ചിലൂടെ മെല്ലെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒട്ടക സവാരി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.